Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin ala ali Muhammad. ഇനി നമുക്ക് സൂറത്തു തൗബയിലെ 106-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وآخرون مرجون لأمر الله إما يعذبهم وإما يتوب عليهم والله عليم حكيم. وآخرون വേറെ ചിലരുമുണ്ട് മുർജൗന മാറ്റിവെക്കപ്പെട്ടവർ, നിർത്തിവെക്കപ്പെട്ടവർ, പിന്തിച്ചു നിർത്തിവെക്കപ്പെട്ടവർ. ലി അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വേണ്ടി. ഇമ്മ യുഅദിബുഹും, ഒന്നുകിൽ അവൻ അവരെ ശിക്ഷിക്കും. ഇമ്മ യതൂബു അലൈഹിം, അല്ലെങ്കിൽ അവൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. വല്ലാഹു അലീമുൻ, അള്ളാഹു സർവജ്ഞനാണ്. ഹക്കീം, അഗാധജ്ഞനാണ്, അല്ലെങ്കിൽ യുക്തിജ്ഞനാണ് എന്നുകൂടെ അർത്ഥം പറയാം. വ ആഖറൂന, വേറൊരു വിഭാഗം ആളുകൾ കൂടിയുണ്ട്. മുർജൗന അർജ എന്ന ക്രിയയിൽ നിന്നുണ്ടായ വാക്കാണ് മുർജ. അർജ യുർജിഉ, മുർജിഉൻ, മുർജഉൻ അതിൻ്റെ ബഹുവചനമാണ് മുർജൗന. മുർജഊന എന്നുള്ളതിന് അംസ് കളഞ്ഞിട്ടാണ് മുർജൗന. നീട്ടിവെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അർജ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുക. മുർജൗന നീട്ടിവെക്കപ്പെട്ടവർ. ലി അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി തീരുമാനം മാറ്റിവെക്കപ്പെട്ട, നീട്ടിവെക്കപ്പെട്ട ഒരു കൂട്ടരും കൂടിയുണ്ട് യുദ്ധത്തിന് പോകാത്തവരായിട്ട്. മുർജൗന ലി അംരില്ല, ഇമ്മ ഒന്നുകിൽ, ഇമ്മ യുഅദിബുഹും അവൻ അവരെ ശിക്ഷിക്കും. വ ഇമ്മ യതൂബു അലൈഹിം, ഒന്നുകിൽ അവൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു സർവജ്ഞനാണ്, യുക്തിജ്ഞനാണ്, അല്ലെങ്കിൽ അഗാധജ്ഞനാണ്. യുദ്ധത്തിന് പോകാത്തവരെ സംബന്ധിച്ചുള്ള നിരൂപണമാണല്ലോ കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണിതും. യുദ്ധത്തിന് പോകാതിരുന്ന 3 വിഭാഗം ആളുകളാണുള്ളത്. പോകാൻ സൗകര്യമുണ്ടായിട്ടും പോകാതിരുന്ന 3 വിഭാഗം ആൾക്കാർ. പോകാതിരിക്കാൻ അല്ലാഹു തആല ഇളവ് നൽകിയവരല്ല. അത് രോഗികളും പ്രായമേറിയവരും സ്ത്രീകളും കുട്ടികളുമൊക്കെ. പോകേണ്ടവരായിരുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം യുദ്ധത്തിന് പുറപ്പെടേണ്ടിയിരുന്നവരിൽ 3 വിഭാഗം ആൾക്കാർ. ഒന്ന് മുനാഫിഖീങ്ങളാണ്. അവരുടെ കാര്യം നേരത്തെ പറഞ്ഞു. അവരെ സംബന്ധിച്ച് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. അള്ളാഹു അവരെ ശിക്ഷിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം അലസതയാൽ പോകാൻ കഴിയാതെ, എന്നാൽ പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ. അലസത കൊണ്ട് പോയില്ല, പോകേണ്ടവരായിരുന്നു. എന്നാൽ പിന്നെ അവർക്കതിൽ ഖേദം തോന്നുകയും പശ്ചാത്തപിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും പിന്നെ ധർമ്മം നൽകുകയും ചെയ്തു. അത് നമ്മൾ 102-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. 3-ാമത്തെ വിഭാഗമാരാ? അവരിനി എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായവരാണ്. ഒരു 3 പേരാണ് ഉണ്ടായിരുന്നത്. പോയില്ല. അവിടെ നിന്ന്, തബൂക്കിൽ നിന്ന്, അവിടെ നമുക്കറിയാലോ, അവിടെ യുദ്ധം നടന്നിട്ടില്ല. യുദ്ധം നടക്കുമെന്നത് തന്നെയായിരുന്നു പോകുമ്പോൾ ഉണ്ടായിരുന്ന ധാരണ. പക്ഷേ യുദ്ധമില്ലാതെ അവർ മടങ്ങി വന്നു. വളരെ പ്രയാസകരമായ യാത്രയായിരുന്നു.
എത്രത്തോളം പ്രയാസമായിരുന്നു എന്ന് വെച്ചാൽ അവരൊരു ഉണങ്ങിയ കാരക്ക ചവച്ച് ഈമ്പിയിട്ട് അത് മറ്റവന് കൊടുക്കേണ്ടി വന്നു, വായിൽ ഇത്തിരി ഉമിനീരുണ്ടാകാൻ വേണ്ടിയിട്ടേ. അത്ര ക്ഷീണിച്ച, അത്ര പ്രയാസപ്പെട്ട യാത്ര. എന്നിട്ട് അങ്ങനെ പോകാൻ അവർക്ക് തോന്നിയില്ല ആ സന്ദർഭത്തിൽ. പക്ഷേ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മടങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരാകെ പരിഭ്രാന്തരായി, അസ്വസ്ഥരായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അവർ ഒഴികഴിവൊന്നും പറയാൻ പോയിട്ടില്ല, ന്യായങ്ങളൊന്നും പറഞ്ഞില്ല, തെറ്റാണ് ചെയ്തതെന്ന് അവർക്കറിയാം. അങ്ങനെ 3 മഹാന്മാരായ സഹാബികളുണ്ട്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീ റളിയല്ലാഹു അൻഹു. 3 പേരും പ്രഗത്ഭരാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീ, മാലിക്കിൻ്റെ പുത്രൻ കഅബ് റളിയല്ലാഹു അൻഹു, ഉമയ്യയുടെ പുത്രൻ ഹിലാൽ റളിയല്ലാഹു അൻഹു, റബീഇൻ്റെ പുത്രൻ മുറാറ റളിയല്ലാഹു അൻഹു. ഇവരെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ തീരുമാനം ഒന്നും ആയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവരുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ അറിയിപ്പ് കിട്ടിയിട്ടില്ല. അള്ളാഹു ആകട്ടെ അവരുടെ തീരുമാനം മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിക സാമൂഹ്യ ഘടനയിൽ നിന്ന് തൽക്കാലം അവർ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഫലം. ഇൻഷാ അല്ലാഹ് അത് ഈ സൂറയിലെ 117, 118 സൂക്തങ്ങളിൽ വരുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് നമുക്ക് അവിടെ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനിതൊന്നുകൂടി അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. അവരുടെ തീരുമാനം ഏകദേശം 50 ദിവസം കഴിഞ്ഞിട്ടാണ് അള്ളാഹു പ്രഖ്യാപിച്ചത്. അവരുടെ പശ്ചാത്താപം ആത്മാർത്ഥമായിരുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യം വരുന്നതിന് വേണ്ടി പക്ഷെ അവർ അങ്ങേയറ്റം അത് അവർക്ക് ബോധ്യമായി. അവരങ്ങേയറ്റം പേടിച്ചു, അങ്ങേയറ്റം ഖേദിച്ചു. അവരുടെ ഹൃദയങ്ങൾ അവർ ശുദ്ധീകരിച്ചു. അള്ളാഹു അവരുടെ കാര്യം വ്യക്തമാകാതെ നീട്ടിവെച്ചു. അങ്ങനെ 50 ദിവസം നീണ്ട അനിശ്ചിതാവസ്ഥയിൽ ഏറെ ക്ലേശവും മനോവേദനയും. ക്ലേശം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ക്ലേശം, മാനസികമായ ക്ലേശമാണ് മുഖ്യം. മറ്റേതൊന്നും അവർക്കൊരു വിഷയമാവണില്ല. വളരെ ഖേദിച്ചു, സങ്കടപ്പെട്ടു. അങ്ങനത്തെ ഒരു അസാധാരണ ഇസ്ലാമിക ചരിത്രത്തിൽ പശ്ചാത്താപത്തിൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ വായിക്കുമ്പോൾ ഇത്രയും അത്ഭുതകരമായ ഒരു ചരിത്രം ലോകത്തിലുണ്ടായിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് 117, 118 സൂക്തങ്ങൾ പറയുമ്പോൾ അതൊന്നുകൂടെ വിശദീകരിക്കാം. അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഞാൻ ഈ ആയത്തുകളുടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വാഖറൂന, വേറൊരു വിഭാഗം ആളുകൾ കൂടിയുണ്ട്. വേറെ വിഭാഗം? എന്തിനുള്ള വേറെ വിഭാഗം? യുദ്ധത്തിന് പോകാതിരുന്നവരിൽ 3 കൂട്ടരുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് മുനാഫിക്കുകളാണ്. രണ്ടാമത്തേത് യുദ്ധത്തിന് പോയില്ല, അതിലവർ ഖേദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് പാപമോചനത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, സങ്കടപ്പെട്ടു, പശ്ചാത്താപം ചെയ്തു. അവർ ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. മൂന്നാമത്തൊരു വിഭാഗം പോകാതിരുന്നു അലസത കൊണ്ട്. പക്ഷേ അവർ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവർ ബേജാറായി, വെപ്രാളപ്പെട്ടു, സങ്കടപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്ത മനോവ്യഥയിൽ പ്രയാസപ്പെട്ടവർ അവരാണ് വാഖറൂന, മറ്റൊരു വിഭാഗം ആൾക്കാർ. മുർജൗന, മാറ്റിവെക്കപ്പെട്ടവരാണവർ, നീട്ടിവെക്കപ്പെട്ടവരാണവർ. ലി അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതിന് വേണ്ടി. ഇമ്മ യുഅദിബുഹും, ഒന്നുകിൽ അവൻ അവരെ ശിക്ഷിക്കും, അദാബ്. ഇമ്മ അല്ലെങ്കിൽ യതൂബു അലൈഹിം, അവരുടെ പശ്ചാത്താപം അവൻ സ്വീകരിക്കും. അഥവാ അവരോട് അവൻ അവരുടെ തൗബ അവൻ സ്വീകരിക്കും. താബ ഇല എന്നും താബ ഇല എന്നുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് താബ ഇല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയെന്ന. അത് ആളുകളെ സംബന്ധിച്ച്, പശ്ചാത്താപവേശരായ മോമിനുകളെ സംബന്ധിച്ചുള്ള പ്രയോഗമാണ്. താബ അല എന്ന് പറഞ്ഞാലോ അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിച്ചു, അവൻ്റെ മടക്കം അള്ളാഹു താല സ്വീകരിച്ചു എന്ന്.
ഇമ്മ യത്തൂബു അലൈഹിം, ഇവിടെ അല എന്നുള്ളതിൻ്റെ കൂടെയാണ് ഹിം വന്നിരിക്കുന്നത്. അവരുടെ ഹിം, അവരുടെ ഹും എന്നുള്ളത് അലൻ്റെ കൂടെ ചേർന്ന് വന്നപ്പോൾ അലൈഹിം അവൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാം. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു അലീമാണ്. ഞാൻ അർത്ഥം പറയണില്ല. വല്ലാഹു അലീം, അള്ളാഹു അലീമാണ്, ഹക്കീമുമാണ്. വാക്കർത്ഥം നമുക്ക് അറിയുകയുണ്ട്, അറിയുമല്ലോ. അലിമ എന്നും ഹിക്മത്ത്, ഇൽമു എന്നും ഹിക്മത്ത് എന്നുള്ള വാക്കിൽ നിന്നുണ്ടാകുന്ന അത്യുക്തി പ്രയോഗമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുറ്റങ്ങളും തെറ്റുകളും ന്യൂനതകളും ഒക്കെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന നരകമുക്തിക്ക് രേഖപ്പെടുത്തപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പ്രാർത്ഥിച്ചുവല്ലോ, അല്ലാഹ്, ഞാനിപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നരകക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ അത് മായ്ക്കണേ അല്ലാഹ്, അത് തിരുത്തണേ അല്ലാഹ്, എന്നെ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തണേ. ഞാനിപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ അത് സ്ഥിരപ്പെടുത്തി നിർത്തണേ അല്ലാഹ്. അതുതന്നെയാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്. അല്ലാഹ്, ഞങ്ങൾ നരകക്കാരുടെ കൂട്ടത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളതെങ്കിൽ ഞങ്ങളെ അതിൽ നിന്ന് മായ്ച്ച് കളയുന്ന, അതിൽ നിന്ന് തിരുത്തൽ ചെയ്ത് ഞങ്ങളെ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ല, ഞങ്ങൾ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ എന്നാണ് നിൻ്റെ തീരുമാനപ്രകാരമുള്ളതെങ്കിൽ അല്ലാഹ് ഞങ്ങളെ അതിൽ ഉറപ്പിച്ച് നിർത്തുമാറാകണം. യാ റബ്ബൽ ആലമീൻ, യാ റഹ്മർ റഹീമീൻ, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഹയ്യു യാ ഖയ്യൂം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب